ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് ഫീലിങ്സ് എന്താണ് അവരുടെ ഒരു നൈറ്റ് തോട്ട്സ് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഓവറോൾ എനർജി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ജഡ്ജ്മെൻറ്റ്, 3 of Swords, the Wheel, Knight of Swords, 6 of Pentacles. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ഇതിനകത്ത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളായിരിക്കാം, പേഴ്സൺ ആയിരിക്കാം, ഒരുപക്ഷെ രണ്ടുപേരും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പം അത്രയും ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു വേദന, ഹാർട്ട് ബ്രേക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റം കടന്നു വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ആ ഒരു മാറ്റം കിട്ടിത്തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചതും ഇപ്പോൾ ഈ പറഞ്ഞ മാറ്റം കടന്നു വരുന്നതും ഒന്നും നിങ്ങളുടെ കൈകളിലില്ല. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പവറാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അതുപോലെയുള്ളൊരു മാറ്റം ഇതിനകത്ത് എന്താണോ ആ ഒരു ഇംബാലൻസ് ആയിരുന്നത് അത് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ശ്രമം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം ചിലപ്പോൾ കുറച്ചൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആകെ ടയർഡായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇനി ഉണ്ടാവുമോ എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിനകത്ത് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയില്ലാത്തടത്തു നിന്ന് കാര്യങ്ങൾ മാറി മറിയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചേഞ്ച് ഇതിനകത്ത് വന്നതായിട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ പല കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കും എല്ലാം നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ചിലപ്പോഴെങ്കിലും നമുക്ക് മനസ്സിൽ കയറി വരാറുണ്ട്. പക്ഷേ അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ ചില അവസരത്തിൽ നമ്മൾ അത്രയും ഇരുന്ന് പോകുന്നൊരവസ്ഥ വരും. ഇനി എനിക്ക് ഇതിനകത്തുനിന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു. നമുക്കൊരു ആലോചനയിൽ പോലും പോസിറ്റീവായിട്ട് കാണാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോവാറുണ്ട്. ചിന്തിക്കുമ്പോൾ പോലും അതിനകത്ത് എങ്ങനെ ഒരു പോസിറ്റിവിറ്റി കടന്നു വരും എന്നറിയാത്തൊരു സാഹചര്യം. അത് ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലല്ല, ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ ലൈഫിൽ എക്സ്പീരിയൻസസ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാം. അതായത് ചില മാറ്റങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ കൈകളിൽ നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമ്മളുടെ സങ്കല്പത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ യൂണിവേഴ്സ് നമ്മളെ മാറ്റിമറിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ മാറ്റിമറിക്കാറുണ്ട്. ഇപ്പോൾ ചില വ്യക്തികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ചിലപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ജീവിക്കാനായിട്ടൊരു മാർഗ്ഗമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരിലേക്ക് ആ ഒരു സമ്പത്ത് കൈവന്നു ചേരുന്നൊരവസ്ഥ. അവർ പോലും ആലോചിക്കാതിരിക്കുന്നൊരു സമയത്ത് ആ ഒരു മാറ്റം അവരിലേക്ക് വരിക. അപ്പോൾ അതെന്നൊക്കെ പറയുന്നത് ഒരു മിറാക്കിളാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ആ ഒരു ഈശ്വരൻ കേൾക്കുന്ന ഏതൊക്കെയോ ഒരു സമയം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനകത്ത് ആ ഒരു എഫോർട്ട് ഇടുന്നത് നിങ്ങളുടെ പേഴ്സണാണോ, അല്ലെങ്കിൽ നിങ്ങളും അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് ഇവരുടെ ഒരു ഫീലിങ്സ് എടുക്കുമ്പോഴത്തേക്കും അറിയാനായിട്ട് സാധിക്കും. അവരുടെ ഒരു
മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കർമാസൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അവർ ചെയ്തു പോയ തെറ്റിൻ്റെ വ്യാപ്തിയൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങുന്നത്. അങ്ങനെയുള്ള പേഴ്സൺസും ആവാം. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നൈറ്റ് ഫീലിംഗ് എന്താണെന്നുള്ളത് നോക്കാം. Two of Swords, Ten of Swords, Three of Coins, Temperance, Three of Cups, Queen of Cups, the Star, Two of Cups, Five of Swords, the Fool, King of Wands, Eight of Coins, Eight of Swords, and Ace of Cups. ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡി ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് കാണാം. നേരത്തെ നമ്മൾ സ്പ്രെഡ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, അതിനകത്ത് ആ ഒരു ഇംബാലൻസിലൊക്കെ പോരുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരുടെ എനർജി ആണെന്നുള്ളത് അറിയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണും അതിനായിട്ട് ശ്രമിക്കുന്നതായിട്ടല്ലാന്നുണ്ടെങ്കിൽ അതിന് താല്പര്യപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു കൺഫ്യൂഷനെല്ലാം എൻഡപ്പ് ആയിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. എന്തെല്ലാം ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ ഹേർട്സ് ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു അറുതി വരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെരി നെക്സ്റ്റ് എനർജിയിൽ നമുക്ക് കാണാം, എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വീണ്ടും അതിനകത്തുള്ള തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണുള്ളത്. അല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവായിട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കാണാം എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അല്ല, ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത്ര പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല. കുറച്ചൊരു പബ്ലിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടേത്. അതിനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ കുറച്ചധികം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ തന്നെയാണ്. ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ, മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു എമ്പതി കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല, അതിനായിട്ട് കുറച്ചൊരു സമയമെടുത്താലും ആ ഒരു പേഴ്സൺ അതിന് റെഡിയാണ്. അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് സ്പ്രെഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് കാണാനായിട്ട് കഴിയുന്നവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയക്കുറവുണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയൊന്നുമില്ല. ഇത് ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ ആ ഒരു കണക്ഷൻ വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. മാത്രമല്ല ഇതെങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലോട് കൂടി പോകാനായിട്ടും ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റിയും കൂടി വരിക എന്ന് പറയുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈവൻ നമ്മുടെ പാരൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അവരുമായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കുറച്ചും കൂടി ആ ഒരു ബന്ധത്തിലേക്ക് രണ്ടുപേരെ അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്ന് പറയുന്ന പോലെയെല്ലാം ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ആ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം.
ചിലപ്പോൾ 2 പേർക്കും പരസ്പരം ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത്രയും വേദനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ഹീലാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവർ കൺഫ്യൂസ് ചെയ്തിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അതിൽ നിന്നെല്ലാം പുറത്ത് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അവരിൽ കാണാനായിട്ട് കഴിയുന്നതെന്നുള്ളതാണ്. അപ്പോൾ തീർത്തും അകന്നിരിക്കുന്ന സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയും ഇതിനകത്തൊരു ഭാവിയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കാം. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ നോക്കി കാണുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് വളരെയധികം അട്രാക്റ്റഡ് ആവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. നിങ്ങളുടെ എനർജിയോട് വളരെയധികം അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ആ ഒരു പാർട്ട്ണർഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് മറ്റാരോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കോൺഫ്ലിക്ട്സോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിലായിരിക്കാം. അല്ലെങ്കിൽ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നായിരിക്കാം. വേദനിപ്പിക്കുന്ന ചിലപ്പോൾ പല കാര്യങ്ങളും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി മറിയുമ്പോൾ എത്രയൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പരസ്പരം പറയുക, കുറ്റപ്പെടുത്തുക, ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവുക. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ വ്യക്തിയുടെ ഒരു സൈഡ് എന്താണെന്ന് പോലും ചിന്തിക്കാതെ നമ്മളുടെ ആ ഒരു ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടാവാം പാസ്റ്റിൽ. അപ്പം അതിലൊക്കെ ഈ ഒരു വ്യക്തിക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒരുപാട് പെയിൻ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാം. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവരതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡീപ്പായിട്ടുള്ളൊരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലെവൽ മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ എങ്ങനെയാണോ ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ഇതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു വൈബ് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നോ എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു എനർജി നമുക്കിപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും ആ ഒരു ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു ലോങ് ടേം വേണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ നമുക്ക് ഇവരിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നല്ലതുപോലെ ഒരു അട്രാക്ഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളതായിട്ടും ഇപ്പോൾ ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു അൺസർട്ടനിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സെർട്ടനിറ്റി കാണാം. വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഉറച്ച മനസ്ഥിതിയൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു വൈബ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഒക്കെ പാസ് ചെയ്യുന്ന വ്യക്തികളാണ്. ഇപ്പോൾ നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും പലർക്കും അവരുടെ ഒരു പേഴ്സൻ്റെ ഒരു വൈബ് അറിയാൻ പറ്റാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ടൊക്കെ പെട്ടെന്ന് കയറി ഒരു സ്പാർക്ക് പോലെ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ ഇതേ ഒരു ഫീലിംഗ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു ഊർജ്ജം അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ കാണാൻ അല്ലാന്നുണ്ടെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു എനർജി ചിലപ്പോൾ നിങ്ങൾക്കും ചിലർക്കെങ്കിലും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ അവരെ ഇത്ര നാൾ സ്റ്റക്കാക്കി നിർത്തിയിരുന്ന കാര്യങ്ങൾ എന്താണോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ തന്നെ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് ആയിരിക്കാം. ഒരു കാര്യങ്ങൾ ആലോചിച്ച് കാട് കയറുമ്പോഴുള്ള ഒരു പേടി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ആക്ഷൻ എടുക്കാനുള്ളൊരു ഭയം, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് അവരെ ഇപ്പോൾ സഹായിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമാണ്. അപ്പോൾ അത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ വേറെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടിരിക്കുകയാണ് പെട്ടിരിക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിങ്ങളോടുള്ള ഒരു എനർജി ലെവൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള കണക്ഷൻ ലെവൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഇപ്പോൾ ഇവിടെ ഹൈഡിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ ഓപ്പണായിട്ട് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ ആ ഒരു ഗിവ് ആൻഡ് ടേക്കിലേക്ക് പോരണം. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഇപ്പോഴും പല തടസ്സങ്ങളും പല സ്റ്റക്നെസ്സും നേരത്തെ അവരെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അവർ നമ്മളിവിടെ കണ്ടതുപോലെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അവരെ അതിനെയൊക്കെ മുകളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 3, നമ്പർ 8, നമ്പർ 14 ആൻഡ് നമ്പർ 17. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് സെജിറ്റേറിയസ് ആൻഡ് അക്വേറിയസ് ആണ്.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഇവിടുത്തെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു ഇടപെടൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്ങിൽ വരാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.